വിചാരിക്കണം കേട്ടോ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ള നമുക്ക് നല്ല അടിപൊളി 4 മീൻ പലഹാരം ഉണ്ടാക്കാനാണ് കേട്ടോ. അത് നമ്മൾ പഴമായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ വെച്ചിട്ട് അത് 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല രീതിയിൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല അടിപൊളി പഴത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ അതിൻ്റെ പേരൊന്നും ഞാൻ ഇട്ടിട്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഇതിന് വിളിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ ആവശ്യമായിട്ടുള്ളതെന്ന് വെച്ചാൽ പഴം, റവ, തേങ്ങ ചെറിയത്, ഈ 3 ഐറ്റംസോട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി ഡിഷാണ്. 4 മണിക്ക് ചായക്കോ അല്ലെങ്കിൽ ആരും ഗസ്റ്റ് വന്ന് നമുക്ക് എത്രയും വേണം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്ന, നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാം. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി 4 മണി പലഹാരമാണ് കേട്ടോ. അപ്പോൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം, ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് തന്നെ എന്ത് വേണം, നമുക്ക് നല്ല പഴം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ചെറുതായി കട്ട് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പക്ഷെ നമുക്ക് ഇതാണ് എളുപ്പം കേട്ടോ. നല്ല പെട്ടെന്ന് നമുക്ക് അതിനൊരു രീതിയിലേക്കായിട്ട് വരണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ആക്കി എടുക്കണതായിരിക്കും, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പം ഞാനിത് നമ്മുടെ 3 പഴം ഞാൻ എടുത്തിട്ടുണ്ട്. ആ 3 പഴം ഞാൻ നല്ല രീതിയിലേക്ക് ഇത് ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ 4 പീസാക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യണത്. അങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗം നല്ല പഴമൊക്കെ നമുക്ക് ഉടഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പഴമെല്ലാം നമുക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ പഴമെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടോ, ഇനി നമുക്ക് നമ്മുടെ മിൽമ ഗീ എടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ മിൽമ ഗീ ആണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് നമ്മുടെ പാൻ വെച്ച് ചൂടായതിന് ശേഷം നമുക്ക് അതിലോട്ട് ആവശ്യത്തിനുള്ള മിൽമ ഗീ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്തിനും വെളിച്ചെണ്ണയിലും നല്ലത് നമുക്ക് ഇങ്ങനത്തെ ഫുഡൊക്കെ, ഇങ്ങനത്തെ നല്ല പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ഇതന്നെ ആയിരിക്കും കേട്ടോ ബെറ്റർ. അപ്പം ഞാനിത് നമ്മുടെ ഗീ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമുക്ക് നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് നമ്മൾ പഴം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ പഴം നമുക്ക് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം കേട്ടോ. അതായത് നമുക്ക് പഴം നമ്മൾ വാട്ട എടുക്കുമല്ലോ, പഴം ഉണ്ണികൾക്കും നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ നമ്മൾ പഴം വാട്ടിയെടുക്കുമല്ലോ, അതുപോലെ തന്നെ നമ്മൾ പഴം നല്ലപോലെ വാട്ടിയെടുക്കണം കേട്ടോ നമുക്ക്. അങ്ങനെ നമുക്കിത് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കാം കേട്ടോ. നല്ല നെയ്യൊക്കെ ഇട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ നമുക്ക് വാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല സ്മെല്ലൊക്കെ വരും കേട്ടോ. പിന്നെ ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വന്നാലും അതുപോലെ നമുക്ക് വല്ല ഗസ്റ്റൊക്കെ വന്നാലും നമുക്ക് പഴം കൊണ്ടൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനം ഈ പഴം എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ പഴം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ, പരീക്ഷിച്ചാൽ കുഴപ്പമൊന്നുമില്ല. എന്നും ഈ പഴം പൊരിച്ചതും പഴം വാട്ടിയതും കഴിക്കണമെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ അത് നല്ലത് തന്നെയല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് നമുക്ക് ഏലക്ക പൊടിച്ചതുണ്ടെങ്കിൽ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. എൻ്റെ ഇപ്പോൾ ഏലക്ക പൊടിച്ചതില്ലാത്തതുകൊണ്ട് നമ്മൾ 2 ഏലക്ക ഞാൻ ചെറുതായിട്ടൊന്ന് കയ്യിലിട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഴം ഇങ്ങനെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. നല്ല പഴം ഇനി നമുക്ക് ഇതിലോട്ട് അടുത്തതായിട്ട് ഇടുന്നത് വെച്ചാൽ നമുക്ക് അവിലാണ് കേട്ടോ. നമ്മൾ അവിൽ മട്ടവിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. വെള്ളവലുണ്ട് മട്ടവലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ വെള്ളവൽ ഞാൻ അങ്ങനെ മേടിക്കാറില്ല, ഉപയോഗിക്കാറില്ല കേട്ടോ. എനിക്ക് വെള്ളവൽ അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ മട്ടവലാണ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. വറുത്തെടുക്കാൻ നല്ല ജസ്റ്റൊക്കെ എന്താ പറയുക, ഒന്ന് ചൂടാക്കി എടുക്കാം. നമ്മൾ അവിലും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ പഴം അവലൊക്കെ ഒന്ന് റെഡി ആയി വരുമ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് ഞാനിവിടെ തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിക്കുന്നത്. ഞാനിപ്പോൾ ഒരു വലിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ തേങ്ങാപ്പാൽ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ആദ്യം നമ്മളൊന്ന് ചെറുതായിട്ട് ലോ ഫ്ലെയിം ആക്കിയിട്ടാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആ പഴമൊക്കെ ഇതിൽ കിടന്നിട്ട് അങ്ങനെ ഒന്ന് കുറുകി വരണം കേട്ടോ. നല്ലപോലെ ഒന്ന് വെന്തുടഞ്ഞ് നമുക്ക് നല്ലപോലെ കുറുകി വരണം. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. പഞ്ചസാര ഇടയുമ്പോൾ ശ്രദ്ധിക്കണം, പഴം നല്ല പഴുത്തതായിട്ട് നല്ല മധുരം ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ നോക്കിയിട്ട് വേണം പഞ്ചസാര ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ആയിരിക്കട്ടെ നല്ലത്. മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നോട് മിൽക്ക് മെയ്ഡ് എൻ്റെ കഴിഞ്ഞു പോയി, അതുകൊണ്ട് ഞാനിപ്പോൾ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നല്ലപോലെ മിക്സായി നല്ലപോലെ വെന്ത് കുറുകി വരും കേട്ടോ. നമ്മളിനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇത് നല്ലപോലെ തിളച്ചിപ്പോൾ വരുന്നുണ്ട്. നെറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ നെറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ നെറ്റ്സ് ഇട്ടിട്ടില്ല, കാരണം നെറ്റ്സ് ഉണ്ടെങ്കിൽ നെറ്റ്സും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഇങ്ങനെ കണ്ടോ, ഇപ്പോൾ ജസ്റ്റ് നമ്മളെ പഴമൊക്കെ ഒന്ന് റെഡി ആയി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക്
നമ്മുടെ കയ്യിലിൻ്റെ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് കുറുകി വരുമ്പോൾ ഇങ്ങനെ ഉടച്ചെടുക്കാം. ഇങ്ങനെ ഇപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്. അങ്ങനെ നമ്മളെ തേങ്ങാപ്പാലൊക്കെ വറ്റി നമ്മളെ പഴത് ഈ ഒരു രീതിയിലായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ പഴമെല്ലാം നമുക്കിതുപോലെ ഇങ്ങനെ തവയോട് നമുക്കിങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉടച്ചെടുക്കാം കേട്ടോ. നമുക്ക് അത്യാവശ്യം ആയിട്ടുണ്ട്, എന്നാലും നമുക്ക് ഈ പഴമൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിങ്ങനെ അടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഉണ്ടാക്കാൻ പോണ ആ സാധനം കറക്റ്റ് ആ രീതിയിലായിട്ട് വരുള്ളൂ കേട്ടോ. നല്ലപോലെ നമ്മളെ പഴം എല്ലാം കൂടിയിട്ട് ഉടയണം, നല്ലപോലെ എല്ലാം നല്ലപോലെ മിക്സ് ആവാൻ വേണം കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ റവ നമുക്ക് ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. റവ നമുക്ക് ഇതിലിട്ട് ആവശ്യത്തിനുള്ള റവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലപോലെ മിക്സ് ചേർക്കാം. നമ്മളെ പഴം നമ്മുടെ റവ എല്ലാം കൂടി നല്ലപോലെ മിക്സായി വരണം. കാരണം നമ്മൾ ഉണ്ടാക്കാൻ വെച്ച രീതിയിലാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മളെ പഴമെല്ലാം ഉടഞ്ഞ് വരണം, എല്ലാം നല്ല രീതിയിൽ സെറ്റായി വരണം കേട്ടോ. അപ്പോൾ നമുക്കിത് നല്ലപോലെ മിക്സ്, നമ്മൾ എക്സ്ട്രാ വെളിച്ചെണ്ണ ഓയിലും നമുക്ക് എന്താ നെയ്യൊന്നും നമുക്കിതിൽ ഇടേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ തേങ്ങാപ്പാലായതുകൊണ്ട് തന്നെ നമ്മളെ എണ്ണയൊക്കെ നല്ല നമുക്ക് അതിലേക്ക് കിട്ടും കേട്ടോ. അങ്ങനെ നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്യാൻ ലോ ഫ്ലെയിം ആക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ പഴക്കം നമുക്കൊക്കെ ഒന്ന് കരിഞ്ഞു പോവും. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിം ആക്കിയിട്ട് നമുക്കിത് നല്ലപോലെ ഉണ്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ലാസ്റ്റ് പരിപാടികൾക്ക് നമുക്ക് കിടക്കാം കേട്ടോ. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. അത് നമുക്കൊന്ന് ചൂടാറാൻ വെക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഈ പാന് ഇതുപോലെ തന്നെ ഇവിടെ ഇരുന്നോട്ടോ കേട്ടോ. നമുക്കിത് ഇതിൽ വേറൊരു പരിപാടി ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങ ചെറുകിയത് തേങ്ങാപ്പാൽ എടുത്തല്ലോ, ആ തേങ്ങാപ്പാൽ എടുത്തിട്ട് ആ തേങ്ങാപ്പീര നമ്മൾ കളയണ്ട കേട്ടോ. ആ തേങ്ങാപ്പീര നമുക്ക് നേരെ നല്ലവണ്ണം അരച്ചതാണല്ലോ, അപ്പോൾ നമുക്ക് ആ തേങ്ങാപ്പീര നേരെ നമ്മൾ ഈ ഒരു പാത്രത്തിൽ തന്നെ നമ്മളിത് ആ ഒരു നമ്മൾ ഉണ്ടാക്കിയ പാത്രം തന്നെ ഉണ്ടല്ലോ, ആ പാത്രത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ആ തേങ്ങാപ്പീരുണ്ടല്ലോ അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിം ആക്കിയിട്ട് നമുക്കിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ. അങ്ങനെ ഇവിടെ നമ്മുടെ തേങ്ങ ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് കുറച്ച് നമ്മുടെ എന്താ പറയുക ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് പാൽപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പഴം ഇവിടെ ചൂടാറാൻ വെച്ചത് ഇത് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കതൊന്ന് ഈ ഒരു ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ. ചൂടാറിയതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇത് ഈ ഒരു ഷേപ്പിലാണ് ഞാൻ എടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് എല്ലാതും നമുക്കിങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ തേങ്ങയിൽ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് പാൽപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര കൂടി നമ്മൾ ആഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ പഴം ഇതുപോലെ എല്ലാം സെറ്റാക്കി എടുത്തതിന് ശേഷം നമുക്കിത് നമ്മുടെ പഴം എല്ലാം ഞാൻ ആ ഒരു ഷേപ്പിലാക്കിയിട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തേങ്ങ ഇതുപോലെ ചൂടാക്കി എടുത്തത് പഞ്ചസാരയും പാൽപ്പൊടിയൊക്കെ ഇട്ട് നമ്മളോട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ പഴം ഓരോന്ന് നമുക്കതിൽ കവർ ചെയ്തിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. നമുക്ക് അതിൻ്റെ മേലൊക്കെ ഇങ്ങനെ അങ്ങനെ അതിൻ്റെ മേലൊക്കെ നമുക്ക് അത് ഇട്ട് കൊടുത്തിട്ട് അതിനൊന്ന് സുന്ദര കുട്ടപ്പനാക്കി എടുക്കാം കേട്ടോ. നമുക്ക് അപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ. ഫുഡ് കഴിക്കാനും നല്ല ടേസ്റ്റ് വേണം, അതുപോലെ തന്നെ നല്ല കാണാനും ഭംഗി വേണം ഇല്ലേ. കഴിക്കാൻ മാത്രം ടേസ്റ്റ് ആയിട്ട് കാര്യമില്ല, കാണാനും നല്ല ഭംഗി വേണം. അപ്പോൾ തന്നെ നമുക്ക് ഇവനെ നമുക്ക് അതിൽ നല്ലപോലൊക്കെ ഒന്ന് ആളെ നല്ലപോലെ ഒന്ന് സുന്ദരനാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ ഇത്രയും പണിയുള്ളൂ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷ് എന്താ പറയുക 4 മണി പലഹാരം തന്നെയാണ്. എന്തായാലും ഉണ്ടാക്കിയത് നിങ്ങൾ വെറുതെ ആവില്ല, നിങ്ങൾ കഷ്ടപ്പെടുന്ന വെറുതെ ആവില്ല, അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടായിരിക്കും. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു സാധനം ഉണ്ടാക്കിയത് വെറുതെ അങ്ങനെ പറഞ്ഞിട്ട് പോയാൽ ശരിയാവില്ലല്ലോ. ഇത് എങ്ങനെ ഉണ്ടെന്നും കൂടി അറിയണ്ടേ, എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോന്നൊക്കെ. അപ്പം നമുക്കിത് ഉണ്ടാക്കിയിട്ട് നേരെ തറവാട്ടിലോട്ട് പോവാം കേട്ടോ. വീട്ടിൽ കഴിക്കാൻ ഞാൻ എൻ്റെ മക്കളല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്ത് ഇതും പിടിച്ച് നേരെ തറവാട്ടിലോട്ട് പോയിട്ടോ. തറവാട് പിന്നെ അവിടെ അടുത്തായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടോയെന്ന് അറിയണ്ടേ. കാണാൻ നല്ല ഭംഗിയില്ലേ കാണാൻ, അതുപോലെ കഴിക്കാൻ ഒരുപാട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഞാനിതേ തറവാട്ടിലെത്തിട്ടോ. ഇതാണ് ഇവിടെ റിവ്യൂ. ഉണ്ടാക്കുക, തറവാട്ടിക്ക് വരിക, ബാബിനെ കൂടെ തീറ്റിക്കുക, പറയുക. ബാബി സത്യസന്ധമായ മറുപടി മാത്രം പറയുക. എങ്ങനെയുണ്ട് ടേസ്റ്റ്? സൂപ്പറല്ലേ? അപ്പോൾ സൂപ്പറാന്ന് പറഞ്ഞു കഴിച്ചു. അപ്പോൾ കഴിച്ചോക്ക് ജാഷിക കഴിച്ചോക്കിട്ട് പറയുന്നുണ്ട്. സൂപ്പറല്ലേ? ഉമ്മ ഫോണിലാണ്, അതുകൊണ്ട് ഉമ്മയോട് ഞാൻ ചോദിക്കണില്ല. ബാബിയും ജാഷിക്കയും പറഞ്ഞിട്ട് സൂപ്പറായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ.